ഇന്ന് നമ്മൾ മെറ്റാഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കാനായി പോകുന്നത്. അഡ്വാൻസ് എക്സലിന്റെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇവിടെ ഇന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മാസം 500 ലീഡ്സ് വേണം. അതിൽ നിന്ന് കുറഞ്ഞത് 10 അഡ്മിഷനെങ്കിലും നടക്കണം. ഇതാണ് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നേരെ ചാടി മെറ്റാഡ്സിൽ പോയി ഊഹാപോഹങ്ങൾ ഉപയോഗിച്ച് ഒരു കാരണവശാലും ആഡ് ചെയ്തേക്കരുത്. പകരം നമുക്കൊരു ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഇവിടെയാണ് നമ്മുടെ ലോജിക് എലമെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനായി ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അഡ്വാൻസ് എക്സലിനെ കുറിച്ച് വിശദമായി പഠിച്ചു. അതിൽ നിന്നും ഫിനാൻസ് മേഖലയിൽ ജോലി നോക്കുന്നവർക്കും നിലവിലെ വർക്കിംഗ് പ്രൊഫഷണൽസിനും അഡ്വാൻസ് എക്സൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ കണ്ടന്റ് ഹെവി കണ്ടന്റാണ്. പക്ഷേ ഇതൊരു ഈ ഒരു രീതിയിൽ ഇമേജിലൂടെയോ വീഡിയോയിലൂടെയോ പ്രസന്റ് ചെയ്താൽ ഒരു പക്ഷേ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന്റെ ഉള്ളടക്കം കൃത്യമായി ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ സൗജന്യ ക്ലാസ്സുകൾ എന്ന പ്ലാൻ വർക്കൗട്ട് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് എൻക്വയറി, രണ്ടാമത് ഫ്രീ ലൈവ് ക്ലാസ് പാർട്ടിസിപ്പേഷൻ, മൂന്നാമത് കൺവേർഷൻ അഥവാ സെയിൽസ്. അങ്ങനെ ഈ 3 എലമെന്റിനും ഇനി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 3 റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സ്ട്രാറ്റജികൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻക്വയറീസ് കൊണ്ടുവരുന്നതിനായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി, അതിന് ലീഡ് ജനറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ ഫ്രീ ലൈവ് ക്ലാസ്സിൽ നമുക്കൊരു 70 പേരെങ്കിലും കുറഞ്ഞത് പങ്കെടുപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ലീഡ് നർച്ചറിങ് സ്ട്രാറ്റജി നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും നമുക്ക് സെയിൽസ് നടക്കണം, അഡ്മിഷൻ നടക്കണം. അതിനായിട്ട് ലീഡ് കൺവേർഷൻ സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രീതികൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിലേക്ക് സെയിൽസ് കൊണ്ടുവരാനുള്ള പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ലീഡ് ജനറേഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറസിസ്റ്റബിൾ ഓഫർ എന്ന മെത്തേഡാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത, അത് മാർക്കറ്റിൽ ഇല്ലാത്ത അല്ലെങ്കിൽ യുണീക്കായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഓഫർ. ഇപ്പോൾ അഡ്വാൻസ് എക്സലിൻ്റെ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത് പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളായിട്ടാണ് കൂടുതൽ ആളുകൾ നടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സൗജന്യ അഡ്വാൻസ് എക്സൽ പരിശീലനം എന്ന ഒരു ക്യാമ്പയിൻ നെയിം കൊടുത്തുകൊണ്ട് നമ്മളിത് സെറ്റ് ചെയ്തു. ക്രിയേറ്റീവ്സിൻ്റെ ഹെഡ്ലൈൻ സെയിം തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷനും അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് 2 സ്ട്രാറ്റജി കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ സ്ട്രാറ്റജി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന ക്യാമ്പയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എൻക്വയറീസിൻ്റെ നീഡ് എന്താണ്, അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ബാക്കി സ്ട്രാറ്റജികൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം അടുത്ത പ്രോസസ്സ് ഇവരെ ലൈവ് ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ളതും അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു 10 അഡ്മിഷൻ എടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറുമാണ്. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സ്ട്രാറ്റജിയും കൂടി നമ്മൾ പ്രോപ്പറായിട്ട് ഇവരുടെ ആവശ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്യാമ്പയിൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പുതിയ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് മാനേജറിൻ്റെ അകത്ത് ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക. അതിനുശേഷം ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ലീഡ്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവാണ്. അതിനുശേഷം നേരെ ക്യാമ്പയിൻ സെറ്റപ്പിൻ്റെ അകത്ത് ചെന്നിട്ട് ടെയിലേഡ് ലീഡ്സ് ക്യാമ്പയിൻ എന്നുള്ള ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് AI എനേബിൾഡ് ആണ്. മാനുവലായിട്ട് പ്രോസസ്സും ഉണ്ട്, പക്ഷേ മാനുവൽ നമ്മളിപ്പോൾ നോക്കേണ്ടതില്ല. കാരണം കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ, അല്ലെങ്കിൽ ലീഡ് കൂടുതൽ കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത എൻക്വയറീസ് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ AI എനേബിൾഡ് ആയിട്ടുള്ള ക്യാമ്പയിനാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കതിനൊരു നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കുന്നത്, ഞാൻ ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനത്തിൻ്റെ പേരും പിന്നെ ഏത് മാസത്തിലാണ് ഞാൻ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് അതിൻ്റെ വർഷവും, അങ്ങനെയാണ് ഞാൻ കൊടുത്തു പോകുന്നത്. അത് എൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ എനിക്ക് അത് ഒത്തിരി ക്യാമ്പയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് മാസത്തിലാണ് അത് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ടാവും. ആ ഓപ്ഷൻസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജ്.
ഏത് പേജിൽ നിന്നാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഒത്തിരി ഇത് കണക്റ്റഡ് ആണ് പേജുകളും. ഞാൻ അഡ്മിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേജുകളെല്ലാം ഇങ്ങനെ ഇതിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ ഒരൊറ്റ പേജേ ഉള്ളെങ്കിൽ അത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ടാവും. അത് ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ ഫേസ്ബുക്ക് പേജ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പേജ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് അത് സെറ്റ് ചെയ്ത് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് ഫോംസ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നേരെ ചേഞ്ച് ചെയ്ത് നമ്മൾ വാട്സപ്പിലേക്ക്, കാരണം വാട്സപ്പ് ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ റൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ പേജിൽ കണക്ട് ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 നമ്പർ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് നമ്പറിലേക്കാണ് നിങ്ങൾക്ക് എൻക്വയറി വരേണ്ടതെന്നുള്ളത് ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ 50 വാട്സപ്പ് നമ്പർ വരെ നമുക്ക് ഒരു പേജായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് വരുന്നത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഡെയിലി ബഡ്ജറ്റും മറ്റൊന്ന് ലൈഫ് ടൈം ബഡ്ജറ്റും. ഡെയിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ള കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ 200 രൂപ പെർ ഡേ എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും നമുക്കതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു എൻഡ് ഡേറ്റ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 27 നവംബർ 27-ാം തീയതി വരെയാണ് നമ്മളുടെ ആഡ് റൺ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഓഡിയൻസിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറഞ്ഞൊരു ഓഡിയൻസ് നമുക്ക് യൂസ് ചെയ്യാം. അത് AI എനേബിൾഡ് ആണ്. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മാനുവൽ ഓഡിയൻസിൻ്റെ ഒരു സെറ്റപ്പാണ്. കാരണം ഈ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഏരിയാസിൽ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ അഡ്വാൻറ്റേജ് പ്ലസ് എന്നത് സെലക്ട് ചെയ്യുന്നില്ല. നേരെ മാനുവൽ ഓഡിയൻസിൻ്റെ അകത്തോട്ട് ചെല്ലുന്നു. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ നമ്മൾ നോക്കുന്നു. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ റൺ ചെയ്യാൻ പോകുന്ന ക്യാമ്പയിൻ ഓൾ കേരള ലെവലിലുള്ള ഒരു ക്യാമ്പയിനാണ്. അതുകൊണ്ട് തന്നെ ഓൾ കേരള ലെവൽ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏജ് ഗ്രൂപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് സ്പെസിഫിക് ആയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ആണ് ഞാൻ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ജെൻഡർ നമുക്ക് വരുന്നത് 2 രീതി, അതായത് മെയിലും ഫീമെയിലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റീവ്സും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് നമുക്ക് അടുത്ത ഏരിയ വരുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ക്യാമ്പയിൻ സെറ്റപ്പിൻ്റെ അകത്ത് ആഡ് നെയിം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആഡ് നെയിം ഇട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആഡ് നെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് ക്യാമ്പയിൻ നെയിം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ആ നെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നേരെ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മൾ റൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പേജായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെഡ്ലൈൻ, സൗജന്യ അഡ്വാൻസ് എക്സൽ പരിശീലനം എന്നുള്ളൊരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇമേജ് പല ഏരിയാസിലും പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനൊരു റേഷ്യോ കറക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള AI ഇമേജുകളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പ്രൈമറി ടെക്സ്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൈമറി ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈമറി ടെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ക്യാമ്പയിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചിലപ്പോൾ ഈ ബട്ടൺ, വാട്സപ്പ് ബട്ടൺ ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതും നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നേരെ നമ്മളുടെ ആഡ് എല്ലാ ഏരിയാസും കറക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിവ്യൂ വരുന്നുണ്ടാവും. അതിനുശേഷം ആഡ് നമ്മൾ പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്ത് അല്പസമയം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമ്മളുടെ ആഡ് ആക്റ്റീവ് ആവുന്നുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടി വരിക.